ഫേമസ് ടെമ്പിൾ ആയിട്ടുള്ള കാശി വിശ്വനാഥൻ ടെമ്പിളിലാണ് കേട്ടോ. പല റീൽസിലൊക്കെ കണ്ടിരുന്ന ലൊക്കേഷൻ കേട്ടോ. മേക്കാനായി വാവ്, ഒരു രക്ഷയില്ല കേട്ടോ. കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു പോർഷൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിലേക്ക് എത്തും. നമ്മളെ സൂപ്പർ സ്റ്റാർ രജനികാന്ത് അതിമനോഹരമായിട്ടുള്ളൊരു പാടുണ്ട് കേട്ടോ. എന്താ ബ്യൂട്ടി എന്നറിയോ, ഒരു രക്ഷയില്ല. ഇപ്പോൾ സമയം 8:40 ആയിട്ടോ. അപ്പോൾ കാലത്ത് തന്നെ നമ്മൾ കുളിച്ച് റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. MM ഗാർഡനിലായിരുന്നു നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ തെങ്കാശിയിലോട്ട് പോകാൻ പോവാണ്. തെങ്കാശിയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങണം, ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അതാണ് മെയിൻ. അപ്പോൾ നമുക്ക് കാണാം. അപ്പം ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്, ഹോട്ടൽ MM ഗാർഡൻ. ഇത് വന്നിട്ട് ഓൾഡ് കോട്ടലാം ഏരിയയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാൽ കൂടി ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഹോട്ടൽ ലൊക്കേറ്റ് ചെയ്യുന്നത് കുറച്ച് ഉള്ള ഏരിയയിലായിട്ടാണ്, ഒരു ഒറ്റപ്പെട്ട ഏരിയയിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ രാവിലെയൊക്കെ ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര നല്ല പോസിറ്റീവ് വൈബായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചാലിലുള്ള വെള്ളമ്മ എന്നിട്ടുള്ള ഹോട്ടലിലാണുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് ചേട്ടാ? എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? ഇവിടെ ഇഡ്ഡലി, ദോശ, പൊങ്കൽ അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ദോശ മതി. പൂരി ചായ വേണം ഓക്കെ വേണ്ട. പ്രത്യേകതയുള്ള പൂരി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ പൂരി, അതേപോലെ തന്നെ വട, പിന്നെ ഉരുളൻകിഴങ്ങ് കറി വന്നിട്ടുണ്ട്. അപ്പൊ അത് വന്നിട്ടുണ്ട്. നമുക്ക് പൂരിയും കറി ഒന്ന് കുറച്ച് ഒഴിച്ചിട്ട് കഴിച്ചോളാം കേട്ടോ. പൂരി എടുത്തിട്ടുണ്ട്. പൂരിയും കറിയും കൂട്ടി ഒന്ന് പിടിക്കാം. കുഴപ്പമില്ല, നോർമൽ ടേസ്റ്റാണ്. അടുത്തായിട്ട് നമുക്ക് വടയും കറിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. കറി കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. കഴിച്ചോട്ടോ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഹോട്ടലിൻ്റെ പേര് വെള്ളമ്മ എന്നാണ്. കൊട്ടാളം സെൻട്രലാണ് ഈ ഹോട്ടൽ വരുന്നത്. കൊഞ്ചം അങ്ങയും പോകുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. നല്ല ടേസ്റ്റ് ഫുഡ് കേട്ടോ. സാമ്പാർ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ്. ഈ ചട്ടനിയിൽ പ്രത്യേകത എന്താ പറയുക, കുറച്ച് ഇഞ്ചി, കറിവേപ്പില, അതിൻ്റെയൊക്കെ ഫ്ലേവർ നല്ല എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് തേങ്ങ മാത്രമല്ല, കടലപ്പരിപ്പ് കൂടി ചേർത്തൊരു ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റാണ് സത്യം പറഞ്ഞാൽ. ഈ ദോശ ഇങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. ചമ്മന്തി കിട്ടാം. എന്ത് ചമ്മന്തിയാ? വന്നിട്ട് സാധാ ഉള്ളി ചമ്മന്തി അല്ല കേട്ടോ. ഇതിൽ കുറച്ച് വഴുതന കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. വഴുതന വേറെ ടേസ്റ്റ്. നമ്മളെ വട സോ ടേസ്റ്റി.
കുട്രാളം സെൻട്രലായിട്ട് ഈ ഹോട്ടൽ വരുന്നത്. വെള്ളമ്മാൾ മെസ്. അത്യാവശ്യം നല്ല ഫുഡാട്ടോ, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫുഡാണ്. അപ്പോൾ ഈ വഴിക്ക് വരുമ്പോൾ ഒന്ന് കയറി വെക്കൊണ്ട് കേട്ടോ. വൺ ഓഫ് ദ ഫേമസ് ടെമ്പിൾ ആയിട്ടുള്ള കാശി വിശ്വനാഥൻ ടെമ്പിളിലാണ് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ എന്ത് ഭംഗിയാന്നാ. ഈ ഗോപുരം കണ്ടോ, എന്ത് അത്ര ഹൈറ്റ് ആണെന്നാ ഗോപുരം, അതിന്റെ കൊത്തുപണികളും നല്ല രസമുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള മ്യൂറൽസ് ആണ് അല്ലേ? അതെ അതെ. ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് തെങ്കാശിയിലെ കാശി വിശ്വനാഥ ടെമ്പിളിലാണ്. ഇതാണ് ആ മനോഹരമായ ക്ഷേത്രത്തിന്റെ ഗോപുരം. ഗോപുരം തന്നെ അത്യാവശ്യം നല്ല ഉയരത്തിലായിട്ടോ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ പെയിന്റിങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇതിന്റെ പെയിന്റിങ്ങുകളും കാര്യങ്ങളൊക്കെ പലതരം കളറിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. 5-6 കളറിൽ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. അതായത് നിങ്ങൾ കണ്ടു നോക്കൂ. ഗോപുരത്തിന്റെ കൊത്തുപണികളൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഇത് പണ്ടത്തെ വിജയനഗര സാമ്രാജ്യത്തിന്റെ ആ ടൈമില് പണിതാന്നാണ് പറയപ്പെടുന്നത്. നല്ല രീതിയിലൊക്കെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കരിങ്കല്ലാട്ടോ മൊത്തം ചെയ്തിട്ടുള്ളത്. ഈ ഗോപുരം അതിനോട് തൊട്ടടുത്തായിട്ടുള്ള ഒരു ഗണപതി ക്ഷേത്രമാണ് കേട്ടോ. പിന്നെ നാളികേരം എറിഞ്ഞുടയ്ക്കാനുള്ള ഒരു സ്ഥലമാട്ടത്. അല്ലേ, അതിൽ ഗോപുരത്തിന്റെ നേരെ ഫ്രണ്ടിലായിട്ടുള്ള ഒരു കോലാട്ടത്. നല്ല അടിപൊളിയായിട്ട് പെയിന്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുറെയൊക്കെ ആളുകൾ നടന്നിട്ടൊക്കെ പഴകി പോയിട്ടുണ്ട്. ഗോപുരത്തിന്റെ വലതു ഭാഗത്തായിട്ടാണ് ഈ ഒരു ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം ഇവിടുത്തെ കളറിങ് ആണ്, പെയിന്റിങ് ആണ് നമ്മൾ മെയിനായിട്ട്. പെയിന്റിങ് കൊത്തുപണികളും എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റിലാട്ടോ സ്ഥിതി ചെയ്യുന്നത് ഗോപുരം. ആ തല വരെ കൊത്തുപണികളും പെയിന്റിങ്ങും അതിമനോഹരമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. അപ്പൊ നമ്മൾ കവാടത്തിന്റെ ഉള്ളിലായിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പാട്ടോ അത്. അതെന്താ സംഭവം? അത് അവിടെ അങ്ങനെ റെസ്റ്റ് ഒക്കെ ചെയ്യാം, ഇരിക്കാം, അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള കാര്യം. ഇതാണ് ശ്രീകോവില്. ശ്രീകോവിലിന്റെ അടുത്തിൽ കൂടെ നമ്മൾ നടന്നു പോകുമ്പോ എന്താ സംഭവം അറിയില്ല, കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങൾ കാണുന്നുണ്ട്. ഒരുപാടുണ്ട് കേട്ടോ. തൂണുകളുടെ ഒക്കെ വർക്കുകൾ സൂപ്പറാണ്, അടിപൊളിയായിട്ടുണ്ട്. മനസ്സിലാക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നിന്റെ മുകളിൽ എന്താണ്, എന്തിന്റെ പ്രതിഷ്ഠയാണെന്നൊക്കെ. പക്ഷെ നമുക്ക് പേരറിയില്ല. ഇത് എങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഇവിടെ ദീപാർച്ചനയൊക്കെ നടത്തുന്ന സ്ഥലമാണ്. ക്ഷേത്രത്തിന്റെ പുറകുവശത്തായിട്ട് ഒരുപാട് തമിഴിൽ ഒരുപാട് സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ആൽമരം എന്ന് മാത്രം പറയാൻ പറ്റില്ല, ആലും പ്ലാവും കൂടിയിട്ടുള്ള ഒരു ഇത്. അതിലൂടെ തൊട്ടിലൊക്കെ കെട്ടിയിട്ടുണ്ട്. ഈ തൊട്ടില് കുഞ്ഞി കണ്ണനെ ഇട്ട വെച്ചിട്ടുള്ളത്. അങ്ങനെ സംഭവം. അതുപോലെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ ഇവിടെ കൊണ്ടു നോക്കിയിട്ടുണ്ട്. ശ്രീകോവിലിന് നേരെ മുന്നിലായിട്ടുള്ള ഒരു നന്ദി പ്രതിമയാണ് ഉള്ളത്. സൈഡിലോട്ട് നോക്കിയിരിക്കുന്ന നമ്മൾ പലയിടത്തും കണ്ടുള്ള നന്ദി പ്രതിമ നേരെ ഇരിക്കുക ചെയ്യുക. പക്ഷേ ഈ നന്ദി പ്രതിമയുടെ ഹെഡ് സൈഡിലോട്ടാണ് ചെരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ഇവിടുത്തെ ഷോപ്പിലേക്ക് ഒന്ന് പോയി നോക്കാം. ഒരു ലഡു എന്താ വില? ഇത് അടിച്ചാൽ മതിയോ? ഇപ്പോൾ തെങ്കാശിയിലെ കാശി വിശ്വനാഥൻ ടെമ്പിളിൻ്റെ അടുത്തുള്ള ഒരു അടിപൊളി ഹൽവ ഷോപ്പാണത്. ലാല മിഠായി. ഇവിടെയാണ് ഹൽവ ഉള്ളത്. അതേപോലെ തന്നെ ഒരുപാട് ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് കയറി നോക്കാം. ഹൽവ ഷോപ്പിലുള്ള ഇത് ജിലേബിയാണ് തോന്നുന്നുണ്ട് കേട്ടോ.
ഇതാണ് ഹൽവ. ഇതാണ് നമ്മുടെ ഷോപ്പ്. അപ്പൊ ഇവിടുത്തെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തമിഴിലായതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് ശർക്കര മിഠായിട്ടോ. നല്ല ഓയിലുണ്ട് കേട്ടോ. കഴിച്ചു നോക്കാം. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളാ തിരുനെൽവേലി ഹൽവ കഴിച്ചല്ലോ, പക്ഷെ അതിനോട് സാമ്യമായിട്ട് തന്നെ ഇതിന്റെ ടേസ്റ്റും വരുന്നത്. അപ്പൊ നാട്ടിലെ ഹൽവ മാതിരിയല്ല അല്ലേ, ഇതൊരു ഇങ്ങനത്തെ ഒരു ഒട്ടണ ടൈപ്പ് ഉണ്ടാവുക. കുഴപ്പമില്ല, അത്യാവശ്യം കഴിക്കാൻ അടിപൊളി, നല്ല നല്ല മധുരമുണ്ട്. നമ്മളിപ്പോൾ വരുന്നത് കാശി വിശ്വനാഥൻ ടെമ്പിളിലാണ്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് മുരുകൻ കോവിലേക്കാണ്. അതായത് നമ്മളെ പുഷ്പമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം ഉണ്ടല്ലോ, അത് ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ അടുത്ത ലൊക്കേഷൻ വിടുന്നത്. നമ്മൾ മുരുകൻ കോവിലേക്ക് പോകുമ്പോൾ റോഡ് സൈഡിൽ കണ്ടൊരു കാഴ്ചയാണിത്. കുറേ പന്നിക്കുട്ടികൾ വന്നിട്ട് അവിടെ അങ്ങനെ കളിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ ക്ഷേത്രത്തിന് അടുത്ത് എത്തിട്ടോ, തിരുവണ്ണാമലൈ കോവിൽ, അതാണ് ഈ ക്ഷേത്രത്തിന്റെ പേര്. അങ്ങനെ നമ്മൾ തിരുവണ്ണാമലൈ കോവിലിൻ്റെ തൊട്ട് താഴെ എത്തി. താഴത്തെ കാഴ്ചകളാണിതൊക്കെ. ഈ ടെമ്പിൾ വന്നിട്ട് വലിയൊരു മലമുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് നമുക്ക് സ്റ്റെപ്പ് വഴിയും കയറാം, അതുപോലെ തന്നെ ഒരു സൈഡിൽ റോഡുണ്ട്, റോഡ് വഴിയും കയറാം. സ്റ്റെപ്പ് വന്നിട്ട് ഏകദേശം ഒരു 650-700 സ്റ്റെപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ലഗേജൊക്കെ വെച്ച് അത് കയറി വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ റോഡിൻ്റെ അതിൽ കൂടെ കയറിയത്. കുറച്ചധികം മടിയുള്ളതുകൊണ്ട് റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ കുറേ വിശ്വാസികളായിട്ടുള്ള കുറേ അമ്മമാർ, വയസ്സായിട്ടുള്ള പാട്ടിമാരൊക്കെ ഈ സ്റ്റെപ്പ് കയറിയിട്ട് വരുന്നുണ്ടായിരുന്നു. നമ്മളവിടെ മുകളിൽ ചെന്ന് നോക്കിയപ്പോൾ എല്ലാം പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ വിശ്വാസത്തിൻ്റെ പുറത്ത് ഈ സ്റ്റെപ്പ് കയറി ഇങ്ങനെ വരുന്നു. ഭയങ്കരമായിട്ട് കിതച്ചിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഒരു സൈഡിൽ റോഡുള്ളതുകൊണ്ട് ഭയങ്കര സുഖമാണ് യാത്രക്കാർക്കൊക്കെ. ബൈക്കും കൊണ്ട് ഈ റോഡിലൂടെ വരാൻ വേണ്ടിയിട്ട് 20 രൂപ ചാർജ് ഈടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ റോഡിൻ്റെ കുറിച്ച് പറയാനെന്താ വെച്ചാൽ മലനിരകൾ അങ്ങനെ കൊത്തിയെടുത്തിട്ട് നല്ല ഭംഗിയിലുണ്ടാക്കിയിട്ടുള്ള റോഡാണ്. ഇതെങ്ങനെയാണ് ഇത്രയും നീറ്റായിട്ടൊരു മലനിരകളൊക്കെ കട്ട് ചെയ്തെടുത്ത് കൊത്തി ഇങ്ങനെ റോഡ് ഉണ്ടാക്കിയെന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂ പറയാൻ പറ്റില്ല, അടിപൊളിയായിരുന്നു. പിന്നെ നല്ല തണുത്ത കാറ്റും ഒക്കെ കൂടിയായിട്ട് നല്ല രസമായിരുന്നു ഇത് കൂടെ യാത്ര ചെയ്യാൻ. ഈ ടെമ്പിളിൻ്റെ താഴത്ത് ഒരുപാട് ജനങ്ങളാട്ടോ വന്ന് നിൽക്കുന്നത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. കുറേ പേര് സ്റ്റെപ്പ് വഴി കയറുന്നുണ്ട്, കുറേ പേര് ഓട്ടോ വിളിച്ചും ബസ്സിലും അതുപോലെ തന്നെ 2 വീലേഴ്സിലും കാറിലും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും നല്ല രസമാണ്. ആ കാണുന്നതാണ് സ്റ്റെപ്പ് വഴി വരുന്ന വഴി കേട്ടോ. പിന്നെ നമ്മൾ ഈ താഴെന്ന് നോക്കിയാൽ ഒരിക്കലും മനസ്സിലാവില്ല ഒരു സൈഡിൽ റോഡ് വഴി ഉണ്ട് എന്ന്. നമുക്ക് സ്റ്റെപ്പ് വഴി മാത്രമേ കയറാൻ പറ്റൂന്നേ തോന്നുള്ളൂ. അങ്ങനെയാണിത് ഈ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ മലയുടെ ഒരു സൈഡിൽ നിന്ന് മാത്രമായിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ റോഡ് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. മലനിരകളൊക്കെ തന്നെ കൊത്തി കൊത്തി എടുത്തിട്ട് ഉണ്ടാക്കിയ റോഡാണല്ലോ. അതും ഭയങ്കര നീറ്റായിട്ടാണത് ചെയ്തിട്ടുള്ളതും. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ആ അപ്പുറത്തെ മലനിരകൾ, പിന്നെ കാർമേഘം, നല്ലൊരു വ്യൂ ആണ് ഇത് കൂടെ പോകുമ്പോൾ കിട്ടുന്നത്. നമ്മൾ ടോപ്പിലേക്ക് എത്താനാവുമ്പോൾ അത്യാവശ്യം ചൂടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു പോർഷൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിലേക്ക് എത്തും. എന്ത് ഭംഗിയിലാണ് ഈ റോഡ് കിടക്കുന്നത് നോക്കിയേ. 2 സൈഡിലെ മലനിരകൾ കൊത്തിവെച്ചിട്ട് എൻ്റെ സെൻറ്ററിലൂടെ പോകണം. ഇതാ അവിടേക്ക് പോയിട്ടുള്ള ബസ്സുകളാണിത്. ഈ ബസ്സിലും കാറുകളിലൊക്കെ ആയിട്ടാണ് വിനോദസഞ്ചാരികൾ വന്നിട്ടുള്ളത്. ഇതൊരു നല്ല ടൂറിസ്റ്റ് പ്ലേസായി മാറിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പുഷ്പ 1 പാട്ടൊക്കെ ഉണ്ടല്ലോ, പാർവേ കർപ്പൂര ദീപമ, ആ പാട്ടൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മുകളിലെത്തിയപ്പോൾ ഒരു തത്രപ്പാടായിരുന്നു എവിടെ വണ്ടി നിർത്തിയിടുക എന്നുള്ളത്. നിറയെ കേരള
വണ്ടികളായിരുന്നു കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ വണ്ടിയൊക്കെ ഒതുക്കി ഇറങ്ങി. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഇവിടെ, ഒരു രക്ഷയില്ല. നമ്മൾ അങ്ങനെ നിന്നെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വായയുടെ ഉള്ളിലൊക്കെ ചൂട് നമുക്ക് ഫീൽ ചെയ്യും. അമ്മാതിരി ചൂടായിരുന്നു. കാണുന്ന കാഴ്ച നോക്കുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുമലൈ മുരുകൻ കോവിലാട്ടോ. ഇവിടെയാണ് നമ്മളെ പുഷ്പവണ്ടിലത്തെ കുറച്ച് സീനുകളും അതേപോലെ സോങ്ങൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് 2 വഴികളുള്ളത്. ഒന്ന് നമ്മൾ ഇതേ കൂടെ നടന്നു വരാം, ഏകദേശം 650 സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം വരാനായിട്ട്. പിന്നെ രണ്ടാമത്തെ വഴി എന്ന് പറയുമ്പോൾ ഇവിടെ 2 വീലറോ ബൈക്കോ കാറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരാൻ പറ്റും കേട്ടോ. അവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ് വരിക അല്ലേ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വണ്ടി കയറാനായിട്ടുള്ളൊരു സ്പേസ്, ഇവിടെ മേലേക്ക് വണ്ടി കയറി വരും എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല, പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. അതെല്ലാം നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി വെക്കാം. ഇവിടെ മൊബൈൽ ക്യാമറ ഒന്നും അനുവദനീയമല്ല. ഇതെല്ലാം നമുക്ക് പോയി നോക്കാം. നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ളൊരു കാഴ്ചയായിട്ട് കാണുന്നത്. ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ. സിനിമ വന്നതിന് ശേഷം ഇവിടെ ഇത്ര ആൾ വന്നാണെന്ന് അറിയില്ല. കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. ദൈവത്തെ കാണാൻ കണ്ണുള്ളവളെ. രക്ഷയില്ലട്ടോ, കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെമ്പിളാട്ടോ അത്. നമ്മളെ എന്താ വൃത്തി പറയാൻ വയ്യ. അപ്പൊ എന്താ നമുക്ക് പറയാനുള്ളത്? കോവിൽ വന്നിട്ട് എന്താണ് നിനക്ക് പറയാനുള്ളത്? അമ്പലം അടിപൊളിയാണ്, പക്ഷെങ്കിൽ ഭയങ്കര വെയിലായതുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ചൂട്. ഇത് പാറയുടെ ഏറ്റവും മുകളിലാണല്ലോ, അതുകൊണ്ട് തന്നെ ഒടുക്കത്തെ വെയിലാണ്. ഇത് രാവിലെ ഒക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഒക്കെ നന്നായിട്ടുണ്ട്. മയില് പാമ്പിനെ പിടിക്കുന്ന ഒരു ഇതാട്ടോ സീനാണ് അതിലുള്ളത്. പാമ്പാണല്ലോ, പിന്നെ പാമ്പ് കയ്യില് എന്തോ പിടിക്കുന്നുണ്ട്. അതായത് ഒരു മയിലിന്റെ കാലുമ പാമ്പ് ചുറ്റി, അപ്പൊ മയിലിനെ വേറൊരു പാമ്പിനെ മയിൽ പിടിക്കും. ഈ ഒരു ഭാഗമാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള, നല്ല കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഭാഗമായിട്ടത്. കണ്ണും തുറക്കാൻ വയ്യ, സൂര്യപ്രകാശം വെയിൽ അത്രയ്ക്കുണ്ട് ഇവിടെ, കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ അതിൻ്റെ ചുറ്റുഭാഗത്തും നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, വളരെ ബ്യൂട്ടിഫുൾ ആട്ടോ. പുറഭാഗങ്ങളൊക്കെ അടിപൊളിയാണ്. ഒരുപാട് പാടം മലകളും ഇതൊക്കെ ആയിട്ട് കൊള്ളാം, സെറ്റ് കൊള്ളാം. ഇന്നലെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കട്ടോ. സ്റ്റെപ്പുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, കൊത്തിയിടുന്നുണ്ടല്ലേ, സൂപ്പറായിട്ടുണ്ട്. അതെ അതെ അതെ, നല്ല വൃത്തിയുണ്ട്. പാർവേ കസ്തൂരി ദീപമാ. അപ്പോൾ നമ്മൾ വന്നത് ക്ഷേത്രത്തിൻ്റെ ആ ഒരു സൈഡിലൂടെയാണ്. ഇനി നമുക്ക് ഇറങ്ങേണ്ടത് കണ്ടില്ലേ, അപ്പുറത്തിൽ കൂടെ അതേപോലത്തെ ഒരു വഴിയുണ്ട്. അപ്പം ഇങ്ങനെ ഇറങ്ങിയിട്ട് താഴേക്ക് എത്താട്ടോ. ഇത് പുതുതായിട്ട് പണിതായതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുക, അടിപൊളിയായിട്ട് നല്ല വൃത്തിയിലത് ചെയ്തിട്ടുള്ളത്. നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ വർക്ക്. ഓരോ വർക്കുകൾ നല്ലൊരു വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത്. 2 ഗജവീരന്മാർ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. നമ്മൾ കയറുന്ന സ്ഥലത്താണ് എൻട്രൻസ്. ഈ എൻട്രൻസിൽ തന്നെ 2 ആനകളെ നിർത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത് നമ്മളെ ചേട്ടൻ്റെ കട ഉണ്ട്. ഇവിടെ നമ്മൾ ലഡു അപ്പം കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. നമ്മൾ വന്ന ദിവസം ഇവിടെ അന്നദാനം ഉണ്ടായിരുന്നു. കുറേ പേര് ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ പോയ ദിവസത്തുള്ള പ്രത്യേകത കൊണ്ടാണോ അതോ എന്നും ഇവിടെ അങ്ങനെ ആണോ എന്നൊന്നും അറിയില്ല. എന്തായാലും അന്ന് അവിടെ ഭക്ഷണദാനമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് നിലത്തൊക്കെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള, റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന്
വെയിലൊക്കെ കൊണ്ട് നമ്മൾ താഴത്തേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് പാർക്കിംഗ് ഏരിയ വരുന്നത് കേട്ടോ. തിരുമല മുരുകൻ ടെമ്പിളിൽ നിന്ന് നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മെക്കാരായി എന്ന് പറഞ്ഞ ഒരു അടിപൊളി സ്ഥലത്തേക്ക് കേട്ടോ. പക്ഷെ ഈ സ്ഥലം എങ്ങനെ ഇരിക്കുന്ന വെച്ചാൽ നമ്മളെ പാലക്കാട് ജില്ല കൊല്ലങ്കോട് മാറ്റിയൊരു സാമ്യമുള്ള സ്ഥലമാണ്. അത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഡാമിന്റെ അവിടെ എത്തിട്ടാ. അപ്പൊ ഈ ഡാമില് തൊട്ടടുത്തൊരു കുറെ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം. വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെ സംഭവങ്ങളുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞ ഡാം ഇതാണ്. പക്ഷെ ഇപ്പം എന്തോ ഇതിൽ വെള്ളം തുറന്നു വിട്ടിട്ടില്ല. വെള്ളം തുറന്നു വിട്ടാൽ അല്ലെങ്കിൽ ഇവിടെ താഴത്തുനിന്ന് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടല്ലേ. ഇവിടെ കുളിക്കാം, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. എന്തോ ഡാമിൽ ലീക്കേജ് പോലെയൊക്കെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. എന്താ സംഭവം എന്നറിയില്ല. ചോർച്ച തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് കറങ്ങി തിരിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ എത്തി. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരെ മേക്കരായിക്കുള്ള ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നേരെ അച്ചൻകോവിൽ റോഡാണ് പോവുക. അപ്പോൾ അത് പോയി കഴിയുമ്പോൾ നേരെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു ഡാം 2 കിലോമീറ്റർ എന്നിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് ഈ ലൊക്കേഷനിലേക്ക് എത്തുക. ഡാമിലിപ്പോൾ കാര്യമായിട്ട് വെള്ളം കാര്യങ്ങളൊന്നുമില്ല. കാര്യമായിട്ടുള്ള വെള്ളം തന്നെ ഇല്ല. അപ്പോൾ ഇവിടെ വന്ന നല്ല നമ്മൾ കൊല്ലങ്കോടിനോട് സാമ്യമുള്ള ദൃശ്യങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. ഇപ്പം നല്ല വെയിലാണ്. ഇപ്പോൾ സമയം ഒരുപാട് നട്ടുച്ചയായതുകൊണ്ടാണ് ഈ ഒരു ഇത്. ഈ ഒരു സീനറി ഒക്കെ നോക്കിയാൽ വാ എന്താ രസം, രക്ഷിതല്ലേ. ഇതൊക്കെയാണ് ആ ലൊക്കേഷൻ. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും പല റീൽസിലും ഒക്കെ കണ്ടിരുന്ന ആ ലൊക്കേഷൻ കേട്ടോ, മേക്കരായി. സെൻട്രലിൽ ഒരു കുളമൊക്കെ ഉണ്ടല്ലോ. ഇവിടെ കുളം ഒന്ന് കാലത്തൊക്കെ വരികയാണെങ്കിൽ കിട്ടില്ലായിരിക്കും. ഒരു 6 മണി 7 മണിൻ്റെ ഉള്ളിലേക്ക് എത്തുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. സൂപ്പറായിരിക്കും. നാട്ടുകാർ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. തണലുള്ള സ്ഥലം കിട്ടില്ല അവിടെ. തണല അവിടെ ഉള്ളു ആ ചെടി. ഇത്ര നട്ടുച്ച വെയിലായിട്ട് അതിന്റെ മുകളിൽ കാർമേഘങ്ങൾ കാണുമ്പോ എന്താ ഒരു ഭംഗിയല്ലേ. പിന്നെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ, ഇതിന്റെ നടുക്കായിട്ട് ചെറിയൊരു ക്ഷേത്രമുണ്ട്. ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ക്ഷേത്രം ഇതാണ് കേട്ടോ. നേരെ ഈ വയലിന്റെ നേരെ സെൻട്രലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഒരുപാട് ഏരിയ വയലുണ്ടെന്ന്. ഒരുപാടൊന്നുമില്ല. കൊല്ലങ്കോട് എന്നൊക്കെ പറയുമ്പോൾ ഒരു വേറെ ഒരു ലെവലാണ്. എന്നാലും നമുക്ക് അതിനോടൊരു സാദൃശ്യം തോന്നും. കാണുമ്പോൾ അതേപോലെയൊക്കെ തോന്നും. ഒരുപാട് ദൂരമൊന്നുമില്ല, കുറച്ചൊക്കെ കാണാനായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു വെളുപ്പം കാലത്തൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെതായ ഒരു ഫീൽ ഉണ്ടാവും. നമ്മള് പൻപോളിയിലുള്ള ഉദയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണല്ലോ കേട്ടോ. ഇവിടെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെയാ ചേട്ടാ ഉള്ളത്? ഇത് വന്നിട്ട് പഴം ജ്യൂസ്. എന്ത് പഴം? എന്റെ പഴം? എല്ലാ പഴവും മിക്സ്. ഓക്കെ, എല്ലാ പഴവും മിക്സ് ചെയ്ത പഴം ജ്യൂസ് ആണ്. പ്രത്യേകം എന്താ വേണ്ടത്? നല്ല ടേസ്റ്റ് ഉണ്ട്. ரோஸ் மில்க் இருக்கு, லெமன், ஆரஞ்சு. ഓക്കേ, ഇതെന്താ ഈ പ്രൈസിൽ കൊടുക്കുന്നത് മുതലാവുന്നുണ്ടോ?
മേക്കര വയലിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന വഴിയിലാണ് ഈ ഗണേശൻ ചേട്ടൻ്റെ പൊങ്ങുന്നുള്ള ഈ ഒരു ഷോപ്പുള്ളത്. ഇവിടുന്ന് വന്നാൽ ജ്യൂസ് കുടിക്കുക. ചെറിയ പ്രൈസിൽ നമുക്ക് ദാഹം വിശപ്പൊക്കെ മാറുന്നൊരു ജ്യൂസ് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് നോക്കുക കേട്ടോ. ഇപ്പോൾ ഉള്ളത് സുന്ദരപാണ്ഡ്യപുരത്താണ്. സുന്ദരപാണ്ഡ്യപുരത്തുള്ള അന്യൻപാറ എന്നുള്ള ലൊക്കേഷൻ ഇട്ടാലോ കേട്ടോ ഈ ഒരു സ്ഥലത്തേക്ക് എത്താനുള്ളൂ. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മൾ അന്യൻ മൂവിത്തെ പാട്ടുകളൊക്കെ ഇവിടെ വെച്ചിട്ടാണ്, പാട്ടുകളല്ല പാട്ടും കുറച്ച് സീനുകളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ട് വർക്കുകളൊക്കെ, പെയിൻറ്റിങ് വർക്കുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട് നോക്കി നോക്കാം. അപ്പോൾ ഇതട്ടോ പെയിൻറ്റിങ്ങുകളൊക്കെ ഒരുപാട് കാലമായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പെയിൻറ്റിങ്ങിനൊക്കെ മായ്ഞ്ഞു തുടങ്ങി ഇറങ്ങണ് കുറേയൊക്കെ. നമ്മൾ ആരാന്ന് മനസ്സിലായില്ലേ? അതാണ് നമ്മളെ സൂപ്പർ സ്റ്റാർ രജനികാന്ത്. ക്യാമറയിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല. ഒന്ന് വിട്ടൊന്ന് എടുത്ത് നോക്കാം, ഒന്നുകൂടി കിട്ടുന്നുണ്ടാവും. ഒരുപാട് ഇത് ശിവാജി ഗണേശൻ്റെ ഒരു പെയിൻറ്റിങ് ആണ്. അങ്ങനെ ഒരുപാട് പെയിൻറ്റിങ്ങുകളുണ്ട്. പക്ഷെ പലതും കുറേയൊക്കെ മാഞ്ഞു പോയിരിക്കണം കേട്ടോ. ഇപ്പോൾ ഒരുപാട് വർഷമായില്ലേ, അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ ഫാൾട്ടുകളല്ല കാലപ്പഴക്കത്തിൻ്റെ ഒരു ഇതിവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ പറയാൻ വിട്ടുപോയൊരു സംഭവം, ഈ ഒരു പാറയുടെ തൊട്ട് പുറകിലായിട്ട് അതിമനോഹരമായിട്ടുള്ളൊരു പാടമുണ്ട് കേട്ടോ. എന്താ ബ്യൂട്ടി എന്ന് പറയുമോ, ഒരു രക്ഷയില്ല, സൂപ്പറാ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. നമ്മളിപ്പോൾ മക്കര എന്ന് പറഞ്ഞ ആ സ്ഥലത്തൊക്കെ പോയിട്ട് പാടങ്ങളൊക്കെ കണ്ടു. എനിക്ക് തോന്നുന്നത് അവിടെ നടുക്കൂടെ റോഡുള്ളതുകൊണ്ട് കുറച്ചവിടെ ഒരു വൃത്തിയുണ്ട്. പക്ഷെ അതിനെക്കാട്ടിയും വലിയ പാടങ്ങളാട്ടോ ഇവിടെ ഉള്ളത്. നല്ല കാറ്റുണ്ട്. നമുക്ക് എത്രമാത്രം അതൊക്കെ കേൾക്കുന്നുണ്ട് എന്നറിയില്ല. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ സൂര്യകാന്തി പൂക്കളെടുത്തേക്ക് ഞങ്ങൾ പോകണ്ടല്ലോ. സൂര്യകാന്തി പൂക്കൾ നമ്മൾ ഒരുപാട് മുണ്ടൽപേട്ട് അവിടെ ഇവിടെ പോയി കണ്ടോണ്ട് ഇനിയിപ്പോൾ ഇവിടെ പോകണോ വേണ്ടോ എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. നോക്കി നോക്കട്ടെ, അല്ലേ പാടം ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, രക്ഷയില്ല. പാടത്ത് ഇറങ്ങി നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇറങ്ങി നിന്നാലൊന്നും ഈ വ്യൂ കിട്ടില്ല. ഇത് ഭംഗിയാന്നറിയോ. തൊട്ടപ്പുറത്ത് കാറ്റാടി യന്ത്രങ്ങൾ, തെങ്ങ്, രക്ഷയില്ല, അടിപൊളി. നമ്മൾ അന്യൻ പാറയോട് വിട പറയാണ്. അന്യൻ സിനിമ വന്നതിൻ്റെ ശേഷം പാറയ്ക്ക് എന്താ പറയുക, ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരൽ തുടങ്ങി. പക്ഷെ കുഴപ്പമില്ല കേട്ടോ കാണാനൊക്കെ. ഇപ്പോൾ ഒരുപാട് വർഷമായതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയൊരു പ്രോബ്ലംസ് ഉണ്ട്. പെയിൻറ്റിങ് ഒക്കെ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തെങ്കാശിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ അത്. ഇതിൽ ഒരു പോത്തുംകുട്ടിയുടെ കയറ് മറ്റൊരു പോത്തിൻ്റെ കഴുത്തിലെ കയറുമായിട്ട് കെട്ടിയിട്ടിരിക്കുക. ആ കുഞ്ഞുകുട്ടി എങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മളൊരു വൈകുന്നേരം 5:30 ശേഷം പുറപ്പെട്ടതാണ്. ഒരു 8:45 ആവുന്നതോടുകൂടി തോണിയിലെത്തി. അപ്പൊ നമ്മള് ചെറുതായിട്ടൊരു ചായ കുടിക്കാൻ വിചാരിച്ചിട്ടൊന്ന് കയറിയതാട്ടോ ഒരു ഷോപ്പില്. അപ്പൊ കഴിക്കാൻ എന്താണല്ലോ ചോദിച്ചപ്പോ 8 കേക്ക് അങ്ങനെ എന്ത് ഐറ്റംസ് ഒക്കെ അവിടെ പുറത്തിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് എല്ലുകറിയും കപ്പ എടുക്കട്ടെ. അപ്പൊ എല്ലുകറി എന്ന് കേട്ടപ്പോ എനിക്ക് മറ്റേ അന്നൂസ് ഫുട്പാത്താണ് ഓർമ്മ വന്നത്. അവരെപ്പോഴും എല്ലുകറി, കപ്പ ബിരിയാണി അങ്ങനത്തെ ഒക്കെ അല്ലോ. അപ്പൊ എല്ലുകറി എന്ന് വെച്ചാല് പോത്തിന്റെ എല്ലല്ലേ എന്നൊക്കെ ആ ചേട്ടനോട് ചോദിച്ചപ്പോ ആ ചേട്ടൻ ആദ്യമേ പറഞ്ഞു. അപ്പൊ അതൊന്ന് വാങ്ങി കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യമായിട്ട് എല്ലുകറി ട്രൈ ചെയ്യാൻ പോവാണേ. നമ്മുടെ സാധനം എത്തി. ഇതാണ് കപ്പ, ഇതാണ് എല്ലുകറി. ഐശ്വര്യമായിട്ട് എല്ലുകറി ട്രൈ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ടൈം ആട്ടോ നമ്മള് എല്ലുകറി ഇതിക്കോട്ട് ഒഴിക്കുക. കുഴപ്പമില്ല. എനിക്ക് മറ്റേ മട്ടൻ ചാപ്സ് ഒക്കെ കഴിക്കുന്ന ഒരു ഫീൽ ആയിട്ടുണ്ട്. നമ്മളെ ഒരു പീസ് എള്ള് കറിയിട്ട് എല്ലാ പീസ് എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. എന്നിട്ട്
അപ്പൊ കോന്നിയിൽ വന്നിട്ട് നല്ല എന്താ പറയാ എല്ലുകറിയും കപ്പയും കഴിക്കാനായിട്ടോ. ചായ കുടിക്കാം. മധുരമില്ലാത്ത ചായയാണ് ഓർഡർ ചെയ്ത്, ഡയറ്റിലായതുകൊണ്ട്. തമിഴ്നാട്ടിലത്തെ ചായയുടെ ആ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്, ക്രിസ്റ്റൽ കഫേ. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ, എല്ലുകറി അതേപോലെ തന്നെ കപ്പ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പൊ നമ്മളങ്ങനെ എറണാകുളത്തെത്തി. എറണാകുളത്തിൽ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാട്ടോ. കറക്റ്റ് സമയം ഒരു 12:30 മണി ഇറങ്ങണേ. പിന്നെ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബെല്ലൈക്കണം കൂടെ ഒന്ന് നമുക്ക്. ഓക്കെ, ബൈ ബൈ.